മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് പാണ്ടിക്കാട് സ്വദേശിയായ 15-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് രമ്യാദാസും കോഴിക്കോട് നിന്ന് ശാന്തകുമാറും ചേരുന്നുണ്ട്. ആദ്യം രമ്യാദാസിലേക്ക് പോവാം. രമ്യ, ഇപ്പോൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഇത് നിപ്പയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് രോഗപ്രതിരോധത്തിനായി? ഒപ്പം സമ്പർക്ക പട്ടിക ഉൾപ്പെടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്തരത്തിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ആതിര, ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ നിപ്പ സംശയത്തെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും ജില്ലാ ഭരണകൂടവും ഇതിൽ ജാഗരൂകരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കി പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഉള്ളത്. അതിനായുള്ള മീറ്റിംഗ് പുരോഗമിക്കുകയാണ്. നിലവിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ 15-കാരന് നിപ്പ സ്ഥിരീകരിച്ചതായിട്ട് റിപ്പോർട്ട് വന്നത്. ആരോഗ്യമന്ത്രി ഇന്ന് ജില്ലയിൽ ഉണ്ടായിരുന്നു. ജില്ലയിലെത്തി ക്യാമ്പ് ചെയ്താണ് ഇന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നിപ്പയാണ് എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. തുടർന്ന് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവരും ചേർന്നുകൊണ്ട് ഈ യോഗ നടപടികൾ പുരോഗമിക്കുകയാണ്. അതായത് പാണ്ടിക്കാട് മേഖലയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ അതായത് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച് അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. ആതിര, രമ്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും ഇപ്പോൾ നിലവിൽ ക്വാറന്റൈനിലുള്ളതായുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ആതിര, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവ് അതുപോലെ തന്നെ പിതാവ്, അമ്മാവൻ, ഈ 3 പേരെയുമാണ് ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത് നിലവിൽ. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സുഹൃത്തിന് പനി ഉണ്ട് എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ സ്രവ പരിശോധനയും കൂടി നടത്തും. ഈ കുട്ടിയെയും ക്വാറന്റൈനിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ശരി രമ്യ, ഇനി ശാന്തകുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്നും. ശാന്തകുമാർ, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഇപ്പോൾ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യം ജില്ലയിൽ നിലവിലുണ്ടോ? കൂടാതെ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പൊതുജനങ്ങൾക്കായി നൽകിയിരിക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത് 5ാമത്തെ പ്രാവശ്യമാണ് കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇന്ന് നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്തെ പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ICUയിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി, ഗുരുതരമായി തുടരുന്ന കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി 3 മുതിർന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ പരിചയസമ്പന്നരായ 4 നഴ്സുമാരുമാണ് മുഴുവൻ സമയം 24 മണിക്കൂറും ഈ കുട്ടിയുടെ പരിശോധനയ്ക്ക് വേണ്ടി സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ കുട്ടിയുടെ മാതാവും പിതാവും സഹോദരനെയും ക്വാറന്റൈനിലാണ്. അവരെ പ്രത്യേക ഐസൊലേഷൻ വാർഡിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഈ വിഷയത്തിൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടി വയനാട് ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരു പഴം കഴിച്ചതാണ് ഈ വൈറസ് ബാധ ഉണ്ടാവാൻ കാരണമെന്നാണ് അനൌദ്യോഗികമായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അനൌദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആതിര, ശരി. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിക്കാണ് ഇപ്പോൾ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിലും ഇപ്പോൾ പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ചേർന്നത് രമ്യാദാസും ശാന്തകുമാറും.